ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ആൾക്കാരെ നമ്മൾ മറന്നു പോകും. ചില ആൾക്കാർ എത്ര വർഷം കഴിഞ്ഞാലും അവരെ കണ്ടുമുട്ടിയ സാഹചര്യവും അവരെ നമ്മൾ മറക്കുകയല്ല. എങ്കിലും എവിടെയെങ്കിലും വെച്ച് അവരെ കാണുമ്പോൾ ഇന്ന ആളല്ലേ, ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന കാലത്ത് നമ്മൾ കണ്ട ഒരാളല്ലേ ഇത് എന്നൊരു ഓർമ്മ ചിലർ നമ്മൾ അങ്ങനെ കാണുമല്ലേ. അപ്പം അങ്ങനെ ഒരു ആളെ ഞാൻ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഞാൻ കണ്ടു. ആൾ 63 വയസ്സൊക്കെ ഉണ്ടാവും ആ സ്ത്രീക്ക്. ആ സ്ത്രീനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരൊരു യൂട്യൂബറാണിപ്പോൾ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണത്തോളം മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ ഒരു സ്ത്രീനെ എനിക്ക് ഒരിക്കലും മറക്കില്ല. ഞാനപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഡോക്ടർ സുൽഫത്തിനോട് പറഞ്ഞു, അതേ കണക്ക് ഡോക്ടർ മേരിയോടും അനുമോളോടൊക്കെ ഭയങ്കര ഇതോട് പറഞ്ഞു, നോക്കിക്കേ സുൽഫത്തെ, നീ നോക്കിക്കേ, അന്നത്തെ ആളല്ലേ ഇത്, നോക്ക്. ഒരിക്കലും മറക്കാൻ പറ്റാണ്ട് ഒരു സുൽഫത്ത്. ഈ ഡോക്ടർമാരെ അറിയാമല്ലോ, ഈ മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്തോ ഒരാൾ പേഷ്യൻസിനെ നോക്കി പോകുന്നതാണ്. അങ്ങനെ ഒരാളെ പ്രത്യേകം നോട്ട് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ ഈ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ജീവിതത്തിലും ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ അവരുടെ ഉള്ളിലേക്ക് കയറി പറ്റിയ ചീത്തയായിട്ടുള്ളതും നല്ലതായിട്ടുള്ളതും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഒരു വ്യക്തിനെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ സുൽഫത്ത് വർക്ക് ചെയ്യുന്ന 2019, 2020 കാലഘട്ടം. ആ 2 വർഷത്തിൽ ഞങ്ങൾ ഒന്ന് പിരിഞ്ഞ് നിൽക്കുകയാണ്. മിക്കവാറും സാറ്റർഡേ സൺഡേ ഒക്കെ വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും. എന്നാലും ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയാണെങ്കിൽ ഞാൻ കോഴിക്കോട് എത്തുന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിക്കാരത്തിനെ കയറി കാണും, തിരിച്ചു പോരും, അങ്ങനെയൊക്കെയാണ്. ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്, അതായത് ഒരു ഡിസംബറിലാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ബീനാമ്മ ഇവിടം വരെ ഒന്ന് വരുമോ, എനിക്ക് എന്തോ നിന്നോ കാണണമെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു, വീഡിയോ കോളിൽ കണ്ടതല്ലേ, പിന്നെ ഇനി എന്താ, അല്ലടി എനിക്ക് നിന്നെ ഒന്ന് കാണണം വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമയം ഒരു 11:30 സമയമാണ്. അപ്പം ഞാൻ ശരി എന്താ, അപ്പം മീരിയം പറഞ്ഞു, എന്താണ് അവളെ അങ്ങനെ അത്ര ഒരു ഇതോടുകൂടി വിളിക്കുന്നത്, നിന്നെ കാണണമെന്ന് പറയുന്നത്. അപ്പോൾ ശരി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാഗിൽ 2 ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ വണ്ടി വിട്ടു. ഞാൻ ഇവിടുന്ന് വളരെ പതിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നേരം വെളുക്കാറായപ്പോഴാണ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്താൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഞാൻ നിർത്തി റെസ്റ്റ് എടുത്തിട്ട് തന്നെയാണ് പോകണേ. അപ്പോൾ പറയാൻ വന്നത്, ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ കണ്ടു, മീറ്റ് ചെയ്തു, സംസാരിച്ചു. അപ്പോൾ അവൾ, നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നി, വേറെ ഒന്നും അല്ലടി, നിന്നോടൊന്ന് സംസാരിച്ചിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് ചെറിയൊരു ദേഷ്യം വന്നു. ഞാൻ അപ്പോൾ ഈ യാത്രയിലൊക്കെ വിചാരിച്ചു ഇവർക്ക് എന്നോട് എന്തോ പറയാനുണ്ട് സംഭവം എന്നാണ്. പക്ഷെ ഒന്നുമില്ല, നിന്നെ എനിക്കൊന്ന് അടുത്ത് കിട്ടണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൾ എൻ്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇതാക്കി. പിന്നെ അവൾ നിസ്കരിക്കാനൊക്കെ പോയി, നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, കണ്ടോ ഇതാണ് എൻ്റെ ബീനാമ്മ, ഇതിനാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നെയ്മീൻ കറിയും, നെയ്മീൻ മുളക് ഇട്ട് കറി, നെയ്മീൻ വറുത്തത്, പൊരിച്ചത്, അച്ചിങ്ങ മെഴുക്ക് വരട്ടി, മോര് കാച്ചിയത്, ഇതൊക്കെ എൻ്റെ കുട്ടികളുടെ പ്രിയപ്പെട്ടത് ഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഉണ്ടാക്കി അവളെ കാത്തിരുന്ന്, അവൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതെല്ലാം ആസ്വദിച്ച് കഴിക്കുന്ന കണ്ടപ്പോൾ വന്നത് വെറുതെ ആയില്ല, പാവം ഇതേപോലെ കഴിക്കാൻ വേണ്ടിയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയപ്പോഴാണ് ഫോൺ വന്നത് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ഡോക്ടർ ഇവിടെ അത്യാവശ്യമാണ്, വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വേറെ ഡോക്ടേഴ്സൊക്കെ ഇല്ലേ എന്നൊരു ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുമല്ലോ. പക്ഷേ ഡോക്ടറിന് ഞാൻ വന്നതുകൊണ്ട് പുള്ളിക്കാരത്തി എന്തെങ്കിലും OP എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോന്നിരിക്കുന്നത്. ഞാനിതറിയുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എടി എനിക്ക് പോയേ പറ്റുള്ളൂ, നീ വാ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പുള്ളിക്കാരത്തിയുടെ കാറ് സർവീസിന് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ഞാൻ ഇവളെ കൊണ്ടാക്കി. ഞാനും അപ്പോൾ തിരിച്ചു പോരണമല്ലോ, പോകുന്നില്ലെങ്കിലും അവിടെ നിൽക്കുകയാണെങ്കിലും കൂട്ട് നിൽക്കുക, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ആ വീട്ടിൽ പോയി കിടക്കണം, അതെനിക്ക് ഇച്ചിരി പേടിയുള്ള കാര്യം തന്നെ. അപ്പോൾ ഞാൻ അവരുടെ ഒപ്പം നിന്നു. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി, ഒരു 10-23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവിടെ പേരും വയസ്സും ഒക്കെ
പറഞ്ഞു. പിന്നെ ഒരു 40 വയസ്സുകാരൻ ഒരുത്തൻ, പിന്നെ തലയെക്കൂടി മക്കനെയൊക്കെ ഇട്ട ഒരു വല്യമ്മ, അതാ ഞാൻ പറഞ്ഞു ഒരു 10-60 വയസ്സുള്ള ഒരു സ്ത്രീ, 10-63 വയസ്സുണ്ടാവും അവർക്ക്. ആ സ്ത്രീയും ഒക്കെ നിൽപ്പുണ്ട്. പോലീസുകാരാണ് ഇവരെ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഈ പോലീസുകാർ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ ഉടായ്പ കേസുമായിട്ട് വരുന്നതായിരിക്കും. പക്ഷെ ആ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി കേട്ടോ. കവളത്തൊക്കെ മാന്തി പറിച്ച പാടുകൾ, കഴുത്തൊക്കെ കടിച്ച് പറിച്ചിട്ട് നെറ്റിയൊക്കെ ഇങ്ങനെ മുഴച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് റേപ്പിംഗ് കേസ് ആയിരിക്കും എന്ന് തന്നെ. ആക്സിഡൻ്റ് ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വട്ടത്തിൽ കടിച്ച പാടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ആക്സിഡൻ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞു റേപ്പ് ചെയ്താണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സ് കലങ്ങി കേട്ടോ. അപ്പോൾ അയാളോട് പേരും വയസ്സൊക്കെ ചോദിച്ചു, സ്ഥലമൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ ഒന്നും മിണ്ടുന്നില്ല. പറയടാന്ന് പറഞ്ഞ് പോലീസുകാരൻ അയാളുടെ തലക്കിട്ട് പയ്യൊന്ന് തട്ടി. അപ്പോൾ ഇവൻ പേര് അങ്ങനെയാണ് 40 വയസ്സെന്ന് കണ്ടത് കേട്ടോ. ആ പരനാറിനെ അങ്ങോട്ട് മാറ്റി നിർത്തി. അപ്പോൾ ഈ തള്ള വന്നു. ഈ തള്ളയോട് ചോദിച്ചു എന്താണ്? എനിക്കൊന്നുമില്ല, ഇത് ഈ കുട്ടി ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഇതെൻ്റെ മകളാണ്. അപ്പോൾ മകളോട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ തള്ള പറയാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളോടല്ല ചോദിച്ച കുട്ടിയോടാ. അപ്പോൾ ആ കുട്ടി പറയാണ് എന്നെ റേപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത് ആരാണെന്ന് ചോദിച്ചു. അതെൻ്റെ ഉമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവാണ്. ഈ 10-63 വയസ്സുള്ള സ്ത്രീക്ക് 40-40 വയസ്സുള്ള പുരുഷനോ? ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. സത്യം പറയും, നമ്മളിങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു നിമിഷം നമുക്ക് ഏതനുഭവം പുതിയത് തന്നെയായിരിക്കും. ചിരിയൊന്നും വന്നില്ല, ഇപ്പം ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടീനെ പറയാൻ ഈ സ്ത്രീ സമ്മതിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പുറത്തേക്ക് നിങ്ങൾ നിൽക്ക്, നിങ്ങളെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. നിന്നെ കാണിച്ചത് ഒരു ഓടിയോ അനാവശ്യം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നീ കൂത്തിച്ച് മോളെ, നിന്നെ ഞാൻ കൊല്ലോടി മറ്റവളെ മറിച്ചവളെ എന്നൊക്കെ ഈ സ്ത്രീ ഈ ഡോക്ടറിൻ്റെ ഈ പോലീസുകാരുടെ മുന്നാണ്. പോലീസുകാർ പറഞ്ഞു ഇറങ്ങും പുറത്തോട്ട് ഇറങ്ങടി എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരനും ഇറങ്ങി നിന്നു, ഒരു പോലീസുകാരനും ഇവിടെ നിന്നു കേട്ടോ. SI ഡോക്ടറിനോട് സംസാരിച്ചിട്ട് ജീപ്പിൽ പോയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പെൺകുട്ടി പറയുന്നത് ഈ കുട്ടിക്ക് താഴെ 2 പെൺകുട്ടികളുണ്ട്, അതുങ്ങളെ വിവാഹം കഴിച്ചയച്ചു. അത് 2ഉം വേറെ ബാപ്പാമാരുടെയാണ്. ഇത് 3ാമത്തെ ആളാണ്. ഈ പെൺകുട്ടി ആദ്യ വിവാഹത്തിലുള്ളതാണ്. അദ്ദേഹം മരിച്ചു പോയതോടുകൂടി ഈ സ്ത്രീ 2 കെട്ടി, അപ്പം 3 കെട്ടിൽ 3 പെൺകുട്ടികളാണ്. ഈ കുട്ടീന് മാത്രം പല കാരണത്താലും ഇവർ വിവാഹം കഴിച്ച് അയക്കുന്നില്ല. അവർക്ക് ഇതേപോലെ വിവാഹം കഴിച്ച് പോകാനും ഒരു കുടുംബമായിട്ട് ജീവിക്കാനും ഒക്കെ ഭയങ്കര കൊതിയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ സ്ത്രീ ഇവളെ വിവാഹം കഴിച്ച് അയക്കുന്നില്ല. അത് ആദ്യത്തെ ഭർത്താവിനോടുള്ള ആ ഒരു വെറുപ്പും കൊണ്ടാണെന്നും വീട്ടിൽ പണിയെടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണെന്നും പണിയെടുക്കണമെന്നും അനിയത്തിമാരും ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും വരുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വീട്ടിൽ ആൾ വേണം ഒക്കെ പറഞ്ഞിട്ടാണ്. അവർക്ക് ഒരു നിസ്സാരമല്ലാത്ത ആ സമയത്തും അവരുടെ ദേഹത്ത് സ്വർണ്ണമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് ജോലിയാണോ ഇവർക്കൊന്ന് ചോദിക്കാൻ സുൽഭത്തിനോട് പറഞ്ഞപ്പോൾ സുൽഭത്തി ചോദിച്ചു ഉമ്മയ്ക്ക് എന്താ ജോലിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് കേട്ടിട്ട് പിന്നെ നമുക്ക് ഇവിടെ പറയണ്ടല്ലോ, നാട്ടുകാരാരായിട്ടും അടുപ്പമില്ല. അപ്പോഴാണ് അവരുടെ വീടിൻ്റെ അടുത്തുള്ള 3-4 പുരുഷന്മാർ വന്നു. അവരൊക്കെ നല്ല എന്താ പറയുന്ന മുസ്ലിം ആൾക്കാരാണ്. അവർ വന്നിട്ട് ഡോക്ടറിനോട് സംസാരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കഴിയട്ടെ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ പുറത്തു നിന്നു. അപ്പോൾ ഇവൻ്റെ ആൾക്കാരാണ് വന്നിരിക്കുന്ന ആൾക്കാർ കേട്ടോ. അവൻ്റെ ബാപ്പയും ഒരു സഹോദരനും ഒക്കെയാണ്. പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഈ പെൺകുട്ടീനെ ഉള്ളു പരിശോധനയ്ക്കായിട്ട് കയറ്റും. കാരണം ബ്ലഡ് ഒഴുകുവാണ്, എന്താണെന്ന് അറിയാം. ഡോക്ടർ പുള്ളിക്കാരത്തിനെ പരിശോധിക്കാൻ കയറുമ്പോൾ ഞാൻ അവിടെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇവളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും പറയാണ് തൻ്റെ താഴെയുള്ള അനിയത്തിൻ്റെ വീട്ടിലേക്ക് സന്ധ്യയായപ്പോൾ ഉമ്മ പോയിട്ട് രാത്രിയായപ്പോൾ ഫോൺ ചെയ്തു ഇവളെ, നീ വാതിലൊക്കെ കുറ്റിയിടണ്ട, ഞാൻ ചിലപ്പോൾ വന്നേക്കും, നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോ, ഫുഡൊക്കെ കഴിച്ചോ എന്ന് പറയാണ്. അപ്പോൾ അവൾ പറഞ്ഞില്ല ഉമ്മ വന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ വരുന്നത്. ഇയാൾ വന്നിട്ട് ഇവളെ ഒരു ഇവക്ക് എഴുന്നേറ്റൊന്ന് ഓടി എവിടെയെങ്കിലും റൂമിൽ കയറി വാതിലടയ്ക്കാൻ പറ്റുന്നതിന് മുമ്പേ ഇവിടെ ബേനത്തേക്ക് ഇയാൾ ചാടി കയറുകയും ഇവളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഇവൾ കുറേ ഉതറുകയും ഇയാളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇയാൾ ഇവളെ തലമുടിക്ക് പിടിച്ചിട്ട് ഭിത്തിയിൽ ഇടിച്ചിട്ടാണ് ഈ നെറ്റിയിൽ മുഴച്ച് കിടക്കണം. പിന്നെ കടിച്ച് പറിക്കൽ, അവനൊരു കാട്ടുമൃഗമായി അവിടെ. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അവനെ അപ്പം തന്നെ സത്യം പറയാം കേട്ടോ, എനിക്ക് അപ്പം തന്നെ ഇതിനെയൊക്കെ ഉണ്ടല്ലോ ഓൺ ദ സ്പോട്ടിൽ അവൻ്റെയൊക്കെ
പള്ളക്ക് കയറ്റി കൊടുക്കണം. അവിടെ തീരണം ഇങ്ങനെയുള്ള നാറികളൊക്കെ. പക്ഷെ എന്ത് പറയാനാണ്, നമ്മുടെ നിയമത്തിനെ ഞാൻ വെല്ലുവിളിക്കുകയല്ല. നമ്മുടെ നിയമമൊക്കെ വീണ്ടും പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ആ പെൺകുട്ടി ഒന്ന് ആലോചിച്ച് നോക്കി, 10-23 വയസ്സുള്ള ആ പെൺകുട്ടി, അവൾ സ്വന്തം ഉമ്മാൻ്റെ കൂടെ കിടക്കുന്നവൻ. ആ കുട്ടി ആ വീട്ടിൽ എന്തെല്ലാം ഈ ഉമ്മാടെ ഈ ജാരൻ്റെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? ആ കുട്ടി പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഇല്ല, ഞങ്ങളൊക്കെ ഒരേ അമ്മമാരാണ്, ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ വെന്തു പോകും. സത്യം പറഞ്ഞ സുൽഭത്തിന് പിന്നെ എന്താ പറയുക, ഒരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രം അവൾ അവിടെ സമനില ഇങ്ങനെ പിടിച്ച് നിന്നെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിതൊക്കെ കേട്ടിട്ട് ഞാൻ ആകെ വിയർത്ത് ഒഴുകുകയാണ്. അങ്ങനെയുള്ള ഒരു സംഭവം അന്ന് അവിടെ നടന്നു. ഞങ്ങൾ തിരിച്ചു പോരുന്നു. പിന്നെ പോലീസ് കൊണ്ടുപോയി കേസും കൂട്ടങ്ങളും ഒക്കെ. നമ്മൾ പിന്നെ ഐ ഡോണ്ട് കെയർ, നമുക്കതിന് എന്താ പറയുക, നമുക്കൊരു പ്രശ്നവും ഇല്ല. കാരണം എന്നാലും നമ്മളത് അതിലൊരു ഭാഗമായല്ലോ, അത് കാണേണ്ടി വന്നല്ലോ എന്നൊരു സങ്കടം വലിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തെങ്കിലും പക്ഷെ നമ്മൾ അതിനൊക്കെ നമ്മുടേതല്ലല്ലോ, നമ്മൾ പോട്ടെ, അല്ല നമ്മൾ അതിനകത്ത് നിന്നൊക്കെ റിക്കവർ ചെയ്ത് നമ്മൾ വന്ന് അങ്ങനെ പോയി. നമ്മൾ പിന്നെ സുൽഭത്ത് പിന്നെ ഞങ്ങൾ മൂന്നാറിലേക്ക് തിരിച്ചു വന്നു. അവളിവിടെ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞത് കണക്ക് ഞാൻ ഈ വീഡിയോ കാണുകയാണ്. ഷാജിനെ പൂര തെറി പറഞ്ഞുകൊണ്ടും തോന്നിയാസം പറഞ്ഞുകൊണ്ടും സ്വയം വെളുപ്പിച്ചുകൊണ്ടും ആ സ്ത്രീ വളരെ മധുരമായിട്ട് വീഡിയോ ചെയ്യുകയാണ്. ആ ഷാജി എന്ന് പറഞ്ഞ ആ ലേഡിയെക്കുറിച്ച്. ഞങ്ങളും ഷാജിയുടെ സബ്സ്ക്രൈബേഴ്സാണ്. ഞങ്ങൾ 4 പേരും. ഞങ്ങൾ മഴവിൽ കേരളം എന്ന ആ കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂസ് കാണാനിടയായി. അന്ന് അവൾ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു. അതിനു മുമ്പ് ഞങ്ങൾ ആ കുട്ടിയുടെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഞങ്ങൾ 4 പേര് ഫോളോവേഴ്സായിരുന്നു. അപ്പോഴാണ് അവൾ എത്ര സുന്ദരിയായിരുന്നു. ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് അവൾ എത്ര സുന്ദരിയായിരുന്നു. ഇതിൽ നന്നായിട്ട് തന്നെ ഇരുന്നു. പിന്നെ തൈറോയ്ഡ് രോഗം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മളെ തകർക്കുന്ന രോഗം തന്നെയാണ് തൈറോയ്ഡ്. അതൊക്കെ പോട്ടെ, അതന്നെ എല്ലാത്തിനും ഞങ്ങൾ സഹായം ചെയ്തിരുന്നു. കൊടുത്തിട്ട് വിളിച്ചു വരുന്ന ചാനലാണെന്ന് ഒന്നും കൂടി ഞാൻ പറയാണ്. ഷാജിന് ഞങ്ങൾ 4 പേരും ഞങ്ങൾക്ക് ഉള്ളത് കാരണം നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ളതാണ്. ഇത്തിരി ആണേലും പലതുള്ളി പെരുവെള്ളം പോലെയാണ്. ഞങ്ങൾ 4 പേരും തരക്കേടില്ലാത്തൊരു തുക ആ കുട്ടിക്ക് ചികിത്സാ ചെലവിനായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷന്. പിന്നീട് ഷാരിക്കുമോൻ, ഷിബൂട്ടിമോൻ, അവരൊക്കെ ഞങ്ങളുടെ മക്കൾ തന്നെയാണ്. ഈ ലോകത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ആ നിസ്സഹായാവസ്ഥയുണ്ട്, ആ പിഞ്ചുമായത് ഒരു എന്താ പറയുന്നു, വല്ലാത്തൊരു കുഞ്ഞുങ്ങളെ കാണുമ്പം തന്നെ നമ്മുടെ നെഞ്ച് തകർന്നു പോവുകയാണ്. അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥ, ഒരു എന്താ എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. കാരണം അത്ര ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അവൻ്റെ ആ ചെറിയ കുട്ടിയുടെ ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നിങ്ങളൊക്കെ സുഖമാണോ? ഞങ്ങൾക്ക് സുഖമാണ്, ഞാനൊരു പാട്ട് പാടട്ടെ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഞാൻ കാണുന്നതാണ്. സുൽഫത്ത് ആ ഫോൺ നെഞ്ചോട് ചേർക്കുന്നത്, നെറ്റിയിൽ മുട്ടിക്കുന്ന യാ അള്ളാന്നൊക്കെ വിളിക്കുന്നത് ഞാനിവിടെ കാണുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡോക്ടർ സുൽഫത്തിന് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്ന് പുള്ളിക്കാരത്തേക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഒരു ഇസ്ലാമിയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഇതിലൊന്നും ആ ഒരു വീഡിയോയിലൊന്നും മുഖം കാണിച്ചു വരില്ല. നീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഡോക്ടർ സുൽഫത്ത് USA ഹസ്ബൻഡും കുട്ടികളും അവിടെ വെച്ചിട്ട് ഫാമിലി സഞ്ചരിച്ച കാർ ആക്സിഡൻറ്റിൽ പെടുകയും അദ്ദേഹവും മക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് പോവുകയും ചെയ്തതാണ്. 10 വയസ്സുകാരനും 6 വയസ്സുകാരനും ആ 2 കുഞ്ഞുങ്ങളെ, തൻ്റെ പ്രാണനാഥനെ ഒക്കെ ചെറുപ്പത്തിൽ ഉമ്മയും ബാപ്പയും നഷ്ടപ്പെട്ടു. ബാപ്പയുടെ സഹോദരങ്ങളാണ് വളർത്തിയത്. വലിയൊരു ഇമാമാണ് ബാപ്പയുടെ സഹോദരൻ. ഉസ്താദുമാരാണ് 2 സഹോദരങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്ന ദീനിയായ പെൺകുട്ടി തന്നെയാണ്, സ്ത്രീ തന്നെയാണ് നമ്മുടെ ഡോക്ടർ സുൽഫത്ത്. അവർക്ക് എത്തീം മക്കളെക്കുറിച്ചും എത്തീം ഖാനയെക്കുറിച്ചും വിധവകളായ സ്ത്രീകളെക്കുറിച്ചും അവർക്ക് ചെയ്യേണ്ട മിക്ക കടമകളും അവർ ചെയ്ത് നിർവഹിച്ചുകൊണ്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്കും ചെറിയൊരു സഹായമൊക്കെ പുള്ളിക്കാരത്തി മാസം ഷാജിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തോ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. നീയാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ കുഞ്ഞുങ്ങളെ തന്നെ ആയിരിക്കും അവൾ അതിൽ കാണുന്നത്, ആ മക്കളിൽ കാണുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നെങ്കിലും ഞങ്ങളോട് പറയേണ്ട ആരും ഇനി അത് കൊടുക്കുന്ന ഞങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഷാജിക്കാണ് അത് പറയാനുള്ള അവകാശം മാത്രം. ഷാജി പറയാണ്, ഇനി എനിക്ക് എൻ്റെ മക്കൾക്കായിട്ട് ഒന്നും തരണ്ട നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് നിർത്തുന്നതായിരിക്കും. അതുവരെ
നമ്മുടെ ഡോക്ടർ സുൽബത്ത് ആ കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുത്തോട്ടെ. അതിന് നമുക്ക് പരാതിയില്ലല്ലോ. അത് അവർക്ക് കൊടുക്കുന്നത് കൊടുക്കണ്ട, എനിക്ക് തന്നേക്കാൻ പറയാനൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇല്ലേ? കൊടുക്കുന്നവർ കൊടുക്കട്ടെ. നമുക്ക് ഉണ്ണാൻ കൊടുത്തില്ലെങ്കിൽ ഊട്ടുപുര കാണിച്ചു കൊടുക്കണമെന്നല്ലേ നമ്മളോട് നമുക്കറിയാവുന്ന. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോട്ടെ. അതൊക്കെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ഞങ്ങളിൽ എവിടെയോ ഞങ്ങൾ ഷാജിദാനെ കാണുന്നുണ്ടായിരുന്നു ആ കണ്ണീർ. കാരണം ഞങ്ങൾ ഇതേപോലെ തന്നെ പല വഴികളിൽ ഒറ്റപ്പെട്ടു പോയ 4 അമ്മമാരാണ്. അപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. കാരണം എൻ്റെ ചാനൽ കൊടുത്തിട്ട് വിളിച്ചു പറയുന്ന ചാനലാണെന്നൊന്നും കൂടെ പറയുകയാണ്. എൻ്റെ മക്കൾ എന്നെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യമൊന്നും ഇങ്ങനത്തെ വീഡിയോസൊന്നും അല്ലായിരുന്നു ഇടുന്ന. ഈ അമ്മ ഇപ്പം വളരെ വളരെ ചീത്തയായിരിക്കുന്നു. കൊടുത്തിട്ട് ആരെങ്കിലും വിളിച്ച് പറയുമോ അമ്മ? എൻ്റെ മൂത്തമ്മ എന്നോട് ചോദിക്കുന്നു, അമ്മ എന്തിനമ്മ വീഡിയോ ചെയ്യുന്നത്, കൊടുത്തിട്ട് വിളിച്ചു. അപ്പം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, എന്ത് ചെയ്യാനാ മോനെ, അമ്മ ഒരു ദുരന്തമായി പോയി എന്ന് പറഞ്ഞു. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും എന്നെ ദുരന്തമായി തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പറഞ്ഞു, ഈ ദുരന്തത്തിന് ഇന്നുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, എന്നാൽ ഇപ്പോൾ ആവശ്യപ്പെടാൻ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.